പ്രേക്ഷകന് ഉപദേശിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അവന് സ്വന്തമായിട്ടുള്ള പിന്നെ നമുക്ക് ശേഷിയുള്ള ആൾക്കാരാണ്. കമേഴ്സ് സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതൽ ആളുകൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെയാണ്. എനിക്ക് അത്രത്തോളം അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിലനിൽക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഒരു പരാജയം, ഇപ്പോൾ പലരും പറയും, ഇപ്പോൾ ഞാൻ കേട്ടുള്ള ഒരു ആദ്യത്തെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോയി എന്ന്, തെറ്റാണെന്ന് ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭൂതകാലവും ഏറ്റവും വലിയ ഉദാഹരണം ലോക ഭൂതകാലം ചെയ്ത ഡയറക്ടർ രാഹുൽ ഒക്കെ ഫസ്റ്റ് പടങ്ങളൊക്കെ പരാജയമാണ്. ലിജോ പെല്ലിശ്ശേരിയുടെ രണ്ട് ഇതാണ്. നമ്മൾ നിലനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. കൈരളി ശ്രീ പോലുള്ള തിയേറ്റർ നമുക്ക് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് ലിജീഷ് സിനിമ ഇറങ്ങിയ സമയത്ത് പിന്നെ ഇത് നമുക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാരണം, നമ്മളെ പാക്കേജ് എടുക്കുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ തിയേറ്ററിൽ പോലും കളിപ്പിക്കുന്നില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള തിയേറ്ററുകാർ എങ്ങനെയാണ്? സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന, സിനിമയുടെ വഴിയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ആദ്യ സിനിമ തന്നെ വ്യത്യസ്തമായ ഒരു ചലച്ചിത്രാനുഭവമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരു പ്രതിഭയാണ് ഇന്ന് നമുക്കരികിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീ ലിജേഷ് മുല്ലേഴത്ത്. സ്വാഗതം. നമ്മൾ കുറെ കാലമായിട്ട് പരിചയമുണ്ട്, അടുപ്പുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു അഭിമുഖം ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് നല്ല സുഹൃത്താണ് ജെബിൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇവിടെ വന്ന് ഇങ്ങനെ ജെബിനായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യത്തെ സിനിമ ആകാശത്തിന് താഴെ എന്ന സിനിമയാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പ്രിയനന്ദനൻ എന്ന വലിയ പ്രതിഭയുടെ കീഴിൽ ആ ചലച്ചിത്ര കളരിയിൽ ചലച്ചിത്ര പഠനം കുറേയൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ആദ്യ സിനിമ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ ചലച്ചിത്രം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വളരെ വ്യത്യസ്തമായൊരു ചലച്ചിത്രമായിരുന്നു. അപ്പോൾ ആദ്യ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള അനുഭവമൊന്നും ആയിരിക്കില്ല നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. പ്രിയനന്ദനൻ എന്ന സംവിധായകനും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ സിനിമ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സിനിമ നമ്മുടെ സിരകളിൽ ഓടുന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സർവകലാശാലയിലെ പഠനമൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ സിനിമയിലെ സംവിധാന കളരി എങ്ങനെയൊക്കെയായിരുന്നു? സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് പിടിച്ച് കൊണ്ടുവന്ന ഒരാൾ ആശാൻ പ്രിയനന്ദനൻ. അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അഭിനയിക്കാനാണ് പോയത്? അഭിനയിക്കാൻ ചാൻസ് കാരണം വെച്ചാൽ എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ സിനിമയുണ്ട്, സിനിമ തന്നെയാണ് ലക്ഷ്യവും. അങ്ങനെയുള്ള സമയത്ത് സാഹിത്യ അക്കാദമിയിലുള്ള ആ സമയത്തും നമുക്കങ്ങനെ ഡയറക്ടർമാരൊക്കെ നമ്മൾ പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു ഡയറക്ടറാണ് പ്രിയേട്ടനോട് ഒരു സിനിമയ്ക്ക് ചാൻസ്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടെങ്കിലും ചാൻസ് തരണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചോദിച്ചതാണ്. ആ ചോദ്യം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൂടെ നിർത്താനായിട്ട് പ്രിയേട്ടൻ പറഞ്ഞു, നിനക്ക് എന്താണ് ആഗ്രഹം? അഭിനയിക്കണോ നിനക്ക്? സംവിധായകനാണോ? അപ്പം ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വലിയ റോളൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിനിമയ്ക്കൊപ്പം സിനിമ പഠിക്കാനായിട്ടുള്ള. അങ്ങനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത് ശരിക്കും ഇതുവരെ ആൾ കൂടെയുണ്ട്. അങ്ങനെ ശരിക്കും പ്രിയേട്ടൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള സിനിമയ്ക്കൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രിയേട്ടൻ പറയാതെ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആദ്യ സിനിമ തൊട്ട് അദ്ദേഹം നമ്മുടെ ഒരു ആത്മസുഹൃത്താണ്. നമ്മൾ ആശ എന്നുള്ളൊരു ബഹുമാനത്തോടൊപ്പം സുഹൃത്തുള്ള രീതിയിലൊക്കെ ആള്. പിന്നീട് ആ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സമാന്തര സിനിമയുടെ എല്ലാ ഗുണങ്ങളും മികവുകളും ഉള്ളൊരു സിനിമയായിരുന്നു. ആദ്യ സിനിമയ്ക്ക് ശേഷം പിന്നീടുള്ള ചലച്ചിത്ര കളരി എവിടെയായിരുന്നു? രണ്ടാമത്തെ സിനിമ ഹാപ്പി വെഡ്ഡിംഗ് ആണ്. ഹാപ്പി വെഡ്ഡിങ്ങിലും ഈ പറഞ്ഞ പോലെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒമർ ലുലുവിൻ്റെ കൂടെയാണ്. രണ്ടുപേരും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും വളരെ ഡിഫറൻറ്റും ആണ്. കാരണം നമ്മുടെ ലൈഫിനെ, സിനിമാ ജീവിതത്തെ രണ്ടുപേരും രണ്ട് രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള, കാരണം നമുക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ഒമർ ലുലുവിൻ്റെ ഹാപ്പി വെഡ്ഡിങ്, അഡാർ ലവ്, ധമാക്ക, രണ്ടുപേരും ആ ഒരു സിനിമ ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരല്ല. ഹാപ്പി വെഡ്ഡിങ്ങിൻ്റെ കഥയും വ്യത്യസ്തമൊന്നുമല്ല. അതിലും ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു, നമ്മൾ റിജക്റ്റ് ചെയ്തു. പിന്നീട് അധ്യാപകന്റെ വേഷത്തിൽ ചെയ്തു. സിനിമ തുടങ്ങിയ ശേഷം 4ാമത്തെ ദിവസമാണ് ഞാൻ ജോയിൻ ചെയ്യണത്. വേറെ ഒരാളുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആൾക്ക് വയറുവേദന വരികയും അവന് പകരമായിട്ടാണ് നമ്മൾ വരുന്നത്. അതെ, കയറിയപ്പോൾ ഞാൻ അഭിനയിക്കുകയും ചെയ്തു, അസിസ്റ്റന്റ് ഡയറക്ടർ ആവുകയും ചെയ്തു. പിന്നെ കുറച്ച് നമ്മൾ ലൈവ് ആവാനായിട്ട് ഹാപ്പി വെഡ്ഡിങ് നമ്മൾ സാധിച്ചു. ഹാപ്പി വെഡ്ഡിങ് ആണ് നമ്മൾ കുറച്ചും കൂടെ ലൈവ് ആക്കിയത്. ഹാപ്പി വെഡ്ഡിങ്ങിൽ വലിയ ഒരു മാറ്റം മലയാള സിനിമയിൽ
കൊണ്ടുവന്ന പല സിനിമകളിൽ ഒരു സിനിമ ഇതായിരുന്നു. കാരണം തീർച്ചയായിട്ടും വലിയ താരങ്ങളോ അല്ലെങ്കിൽ വലിയ ബാനറോ വലിയ സംവിധായകനോ അല്ലെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വലിയ ഒരു എന്താ പറയുക വലിയ ഒരു മ്യൂസിക് ഡയറക്ഷൻ ടീമിൻ്റെയോ അല്ലെങ്കിൽ ലിറിസിസ്റ്റിൻ്റെയോ അങ്ങനത്തെ ഒരു ബാക്കപ്പോ ഒന്നുമില്ലാതെ ഏതൊരാൾക്കും മലയാളത്തിൽ സ്വന്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയവും ആവിഷ്കാരവും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു സ്പേസ് കിട്ടും എന്ന് പ്രൂവ് ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു ഹാപ്പി വെഡിങ്. ഹാപ്പി വെഡിങ്. 105 ദിവസം അത് ഓൾറെഡി. അതെ, ഞാൻ ആദ്യം ആ സിനിമയ്ക്ക് കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം മറ്റാണ് കാണുന്നത്. ഈ ഹാപ്പി വെഡിങ്ങിന് തൃശ്ശൂർ ജില്ലയിൽ ആകെ 2 സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നു. അത് 2 ഷോ, ശോഭയിലും പിന്നെ ഗുരുവായൂരും. അങ്ങനെ ചെറിയ പടമായതുകൊണ്ട് തന്നെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. ആ ഫസ്റ്റ് ഷോ ആളുണ്ടായില്ല. പിന്നീട് റീറിലീസ് പയ്യെ എപ്പോഴോ എനിക്ക് തിയേറ്റർ ഓർമ്മയില്ല കറക്റ്റ്, ഇവിടെ നിന്ന് കണ്ടുവന്നാണ് ഓർമ്മ. പക്ഷെ അന്ന് ആ ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് പറഞ്ഞ് ലോങ് റൺ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഈ സിനിമയ്ക്ക് വലിയ അനുഗ്രഹമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഹാപ്പി വെഡിങ് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ ആണെങ്കിലും പല അനുസിത്താര അങ്ങനെ പല ആൾക്കാർക്കും ഹാപ്പി വെഡിങ് തോന്നുന്നു. പിന്നീട് പുതിയ സിനിമ ഡയറക്ടേഴ്സ് വരാനൊക്കെ ആയിട്ട് ഹാപ്പി വെഡിങ്ങിന് ഗുണമായിട്ടുണ്ട്. ഇപ്പോൾ ലിജീഷിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ഒരു പ്രത്യേക സിനിമകൾ മാത്രം ചെയ്യുന്ന ആള് എന്നുള്ളൊരു സ്റ്റാമ്പ് ഇല്ലാതിരിക്കാൻ ഈ 2 മൂവികളും സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പം എൻ്റെ കൂടെ ഒരാൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ 12 സിനിമകളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർ പഠിക്കാനാണ് പോകുന്നത്. എൻ്റെ സിനിമ ചെയ്യാനുള്ളതല്ല, എൻ്റെ മനസ്സിലുള്ള സിനിമ ചെയ്യാനല്ല ഞാൻ പോകുന്നത്. അവരുടെ മേക്കിങ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കണം, എങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ സിനിമയാണല്ലോ. ഇപ്പം എൻ്റെ കൂടെ ആര് വന്നാലും എൻ്റെ അസിസ്റ്റ് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യേണ്ടത് അവരുടെ സിനിമയാണ്. ഒരു ലിജീഷ് മുല്ലയുടെ സിനിമ ആവരുത്. പിന്നെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോഴും സാധാരണക്കാരനാണ്. ഞാൻ സാധാരണ സിനിമകളാണ് കണ്ടിട്ടുള്ളത്. ബാലേന്ദ്ര മേനോനൊക്കെ ആ സാറിൻ്റെ ഒക്കെ പേരുകളാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ സിനിമ കാണുന്ന സമയത്ത്. സംവിധാനം ബാലേന്ദ്ര മേനോൻ, അഭിനയിക്കുന്ന ബാലേന്ദ്ര മേനോൻ. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഇരുളും വെളിച്ചം, മറ്റേ മംഗളത്തിൽ വരുന്ന KM റോയിയുടെ ഇരുളും വെളിച്ചമൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ട് സിനിമയെ കാണാനും കാഴ്ചയെ കാണാനും ഒക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ രണ്ടും ഉണ്ട്. എനിക്കൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തികഞ്ഞൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ വേറിട്ട രീതിയിലൊരു ആർട്ട് സിനിമകൾ കൊണ്ടുപോകണമെന്ന്. ആർട്ട് സിനിമ എന്ന് പറയുന്ന സമയത്ത് സമാന്തരമായിട്ട് സിനിമ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പഴയ ചട്ടക്കൂടിൻ്റെ അത് അങ്ങനെ വിളിക്കുന്നത് അവാർഡ് സിനിമ എന്ന് വിളിക്കുന്നതിനോട് തന്നെ ഞാൻ എതിർപ്പാണത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില കാറ്റഗറികളുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേര് തെറ്റിദ്ധാരണ. സിനിമ ഭാഷയ്ക്കപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ട ഒന്നുകൂടിയാണെന്ന് സംവേദനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിത്രം കലയാണല്ലോ. അപ്പോൾ ആ സിനിമയിൽ മാത്രമാണ് ഏതൊരു കലയും ഏതൊരു ഇമോഷനെയും കൊണ്ടുവരാൻ പറ്റുന്ന വേറൊരു മീഡിയം സിനിമ പോലെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊരു ഗുണമാണ് എനിക്ക്. കാരണം എനിക്ക് ഒമർ ലുലുവിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോം ഉമ്മട്ടി, സുരേഷ് നാരായണൻ, പ്രസാദ്, അങ്ങനെ കുറച്ച് പ്രേംലാൽ, അങ്ങനെ കുറേ ആളുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഗുണമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2ാമത്തെ സിനിമ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് പിന്നെ 3ാമത്തെ ചലച്ചിത്രം എങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായ 3ാമത്തെ ഇരട്ട ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള അത് സുരേഷ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് സമാന്തര സിനിമയാണ്. അത് വേറൊരു വിഷയം പറയുന്ന ഒരു സിനിമയായിരുന്നു. ശേഷം 4ാമത്തെ അഡാർ ലവ് വേറൊരു അനുഭവമാണ് നമുക്ക്. ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നു, ഒരുപാട് സെലിബ്രിറ്റി. എനിക്ക് തോന്നുന്നു പുറത്ത് ഇന്ത്യക്ക് വെളിയിലൊക്കെ അറിയാവുന്ന ഒരു സിനിമ. പിന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ സംഭവിച്ചല്ലോ പാട്ടിലൂടെ. അതെ. അതിപ്പോൾ മൊത്തം 55 ദിവസം ഫസ്റ്റ് ഷെഡ്യൂളിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 15ാമത്തെ ദിവസം നമ്മൾ ഇത് ഷൂട്ട് മാണിക്യമലരായി പൂവി എന്ന് പറഞ്ഞൊരു പാട്ട് 5 ദിവസത്തെ ഷൂട്ടിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം, ഷെഡ്യൂൾ ബ്രേക്കാണ്. ഈ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് മാണിക്യമലരായി പൂവി എന്ന് പറഞ്ഞ സോങ്ങാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 ദിവസം ഓൾറെഡി ആ ഷൂട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്പോട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒമർക്കിക്ക് ഈ സാധനം കണ്ടപ്പോൾ ഒന്ന് എവിടേക്കും ഒരു മിസ് കുറവെന്തോ പോലെ അങ്ങനെ പാച്ച് പോലെ ഷൂട്ട് ചെയ്ത സാധനമാണ് ഓൾറെഡി ആ നമ്മളിന്ന് കാണുന്ന ഈ ഏറ്റവും ഹിറ്റായ പാട്ടിൻ്റെ ആ ഒരു പോർഷൻ. ഉച്ചയ്ക്ക് ശേഷം ഇപ്പം ഞാൻ നമ്മൾ അറിയാമല്ലോ, സിനിമ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഓരോരുത്തരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ആർട്ട് കണ്ടിന്യൂറ്റി നോക്കിയിരുന്ന AD ആയിരുന്നു അതിൽ. അപ്പോൾ എന്നോട് ഉച്ചയ്ക്ക് സമയത്ത് ഒമർക്ക് പറഞ്ഞു, ലിജീഷ് ആർട്ട് ഡയറക്ടറോട് നീ സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൻ. ഇപ്പോൾ നോക്കിയിരുന്നത് നമ്മൾ പ്രശസ്ത ഇപ്പോൾ ആർട്ട് ഡയറക്ടറായ മറ്റേ ഈ കണ്ണൂർ സ്ക്വാഡ് പോലുള്ള വലിയ മമ്മൂട്ടി കമ്പനി ഒരുപാട് ഷാജി നടുവിലാണ്, രേഖാചിത്രം പോലുള്ള സിനിമകളൊക്കെ ചെയ്ത ഷാജി നടുവിലായിരുന്നു. അപ്പോൾ അപ്പോൾ അന്ന് ആ സമയത്ത് ഷൂട്ട് 3 ദിവസം മാണിക്കമലൻ്റെ ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജ്. ആ മാണിക്കപ്പള്ളി കണ്ട സോങ്ങിലുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഫെയർവെൽ, അതിൻ്റെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തെങ്കിലും വേണമെന്നുള്ളൊരു സംഭവം ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഉച്ച സമയത്ത് ഒമർ ഖാനോട് പറഞ്ഞു, ലിജീഷെ ആർട്ടിൻ്റെത് നീ ഒന്ന് സെറ്റ് ചെയ്യും. അങ്ങനെ ഷാജേട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഷാജേട്ടാ ഇങ്ങനെ അത് വീണ്ടും സോങ്ങിൻ്റെ പാച്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ച സമയത്ത് എടുത്തൊരു ഭാഗമാണ് ഈ പുരികം കൊണ്ടുള്ള അതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രിയ പ്രകാശ് വാര്യർ ഓൾറെഡി ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വരുന്നത്. കുട്ടി നൂറിനായിരുന്നു നായിക. വേറൊരു കുട്ടി പോവുകയും ആ ഭാഗത്ത് ഏതായിട്ട് ഷൂട്ടിന് ഏത് ഓക്കെ എന്ന സമയത്ത് അങ്ങനെ പ്രിയക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഒരു ഭാഗ്യം നമ്മൾ പറയില്ല, പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഭാഗ്യം കൺമുന്നിൽ കാണുകയാണ്. അത് രസം വെച്ചാൽ ഒരു ഡയലോഗ് പോലും പറയാതെ എനിക്ക് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ വൈറലാവുന്നത്. ആ ഒരു വിഷ്വല് അത് വരെ പിന്നീട് ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുന്നു, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് വരുന്നു. കുറെ കാലങ്ങളോളം അത് തന്നെ ഒരു വലിയ തരംഗമായി മാറുന്നു. പ്രിയ പ്രകാശ് വാര്യർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ പിന്നെ പിടിച്ചാൽ കിട്ടാതാവുന്നു. അതെ, എനിക്ക് നമ്മൾ സാഹിത്യ അക്കാദമി, എനിക്ക് ഓർമ്മയുള്ള അന്നത്തെ റിലീസ് ദിവസം സാഹിത്യ അക്കാദമി എന്ന് ഞാൻ വടക്കേ സ്റ്റാൻഡിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ആ സമയത്താണ് നമ്മൾ സ്റ്റാറ്റസ് ആക്കുന്നത്. ഞാൻ ഒല്ലൂർ എത്തുമ്പോഴേക്കും, നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒല്ലൂർ എത്തുമ്പോഴേക്കും ഓൾറെഡി വൈറലായി കഴിഞ്ഞു. അതൊരു പ്രത്യേക അനുഭവമാണ്. അതേപോലെ ഞാൻ സോങ് വൈറലാവുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു. മൂകാംബികയിൽ നമ്മൾ കുടജാദ്രി പോകുന്ന സമയത്ത് ഇങ്ങനെ നല്ല കയറ്റം, കുടജാദ്രി പോയ ആൾക്കാർ അപ്പം മേലേക്ക് കയറുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങുന്ന പിള്ളേർ പാടിക്കൊണ്ട് പോകണത് ആ മാണിക്കമലരായി പോകും. അപ്പം ഞാൻ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പാട്ട് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ ഈ പാട്ട് അപ്പം പല ആളുകളും മാണിക്കമലരായി പോവുക അതൊരു സിനിമ പാട്ടല്ല എന്ന് പോലും ഉള്ളിലേറ്റിയൊരു സാധനമാണ്. പിന്നെ ഞാൻ പലപ്പോഴൊക്കെ പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്ത്യക്ക് വെളിയിൽ സെൻസേഷണലായിട്ടുള്ള പോയ ഒരു സംഭവം കൂടിയാണ്. അപ്പം അഡാർ ലവ് വേറൊരു അനുഭവമായിരുന്നു. ഓരോ സിനിമകളും വ്യത്യസ്തമാണ്. കാരണം മേക്കിംഗ് കൊണ്ടാണെങ്കിലും അതിന്റെ സംവിധായകരുടെ ഒരു പേരും അവരുടെ ആവിഷ്കാര രീതികളൊക്കെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കുകയാണല്ലോ. ഈ ഇപ്പൊ രണ്ട് സംവിധായകരുടെ വളരെ പ്രിയനന്ദനന്റെ കൂടെ പിന്നീട് ഏത് സിനിമയാണ് ചെയ്തത്? പ്രിയേട്ടന്റെ കൂടെ ഞാൻ പിന്നെ പരസ്യവും പിന്നെ ഫസ്റ്റ് പടം മാത്രമാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സിനിമ നല്ല രീതിയിൽ ചെയ്തത്. പിന്നെ വേറെ രണ്ട് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രിയനന്ദനൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകന്റെ കീഴിൽ ഇപ്പൊ പല സിനിമ ഒരെണ്ണം ആണെങ്കിൽ കൂടി പരസ്യങ്ങളിലും മറ്റ് രീതികളൊക്കെ നമ്മുടെ സൗഹൃദം, അദ്ദേഹത്തിൻ്റെ സൗഹൃദം നമുക്ക് വേണ്ടി അദ്ദേഹം തരാറുണ്ട്. അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സർഗാത്മക സൗഹൃദം എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിലൂടെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത ഏറ്റവും നല്ലൊരു കാര്യം എന്തായിരിക്കും? ഞാൻ നിന്നോട് കൂടി എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തൊട്ട് സിനിമ ഉണ്ടാവുന്ന തൊട്ട് റിലീസ് വരെ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റി, അത് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമയുടെ 3 പ്രോസസ്സാണ്: പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ. പ്രീ പ്രൊഡക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. സിനിമ ഷൂട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് എടുക്കുന്നു. സിനിമ മാറുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എനിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കാൻ പറ്റിയത് തന്നെ എന്നെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സമയത്ത് വളരെയധികം ഗുണം ചെയ്തു. 100% ഗുണം ചെയ്തു തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സിനിമ ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെയെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിയേഷനിൽ നിന്ന് നമ്മൾ പഠിച്ചത് പറയുന്ന വിഷയത്തെ അതൊരു കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അത് ധൈര്യപൂർവ്വം പറയുക എന്നുള്ളത്, അത് പ്രിയേട്ടനിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വലിയ ഫ്രെയിമുകളോ അതൊന്നുമല്ല നമ്മൾ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറയുന്ന വിഷയം തന്നെയാണ് ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യം എന്നുള്ളതാണ് എൻ്റെ വലിയ കാര്യം. അതായത് ഞാൻ സിനിമ ഇപ്പോൾ ആകാശത്താഴെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ നോക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാന്നുള്ളതാണ്. പിന്നെ എൻ്റെ കഞ്ഞി എൻ്റേത് മാത്രമാവുക, അത് വേറൊരാളുടെ കഞ്ഞി എടുത്തിട്ട് ഞാൻ ആ പേര് എഴുതി വെക്കാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആകാശത്താഴെ ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള 100% എനിക്കുണ്ട്. എൻ്റെ മനസ്സിലുള്ള സിനിമയുടെ ഒരു 30% അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടെങ്കിലും ആ സിനിമ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാളെയും ഇമ്പോർട്ടൻ്റ് ആണ്, ആ പറയുന്ന വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനൊക്കെയുള്ള ധൈര്യം കിട്ടിയത് പ്രിയേട്ടനെ പോലുള്ള എൻ്റെ ഗുരുവിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. പിന്നെ നമ്മൾ കടന്നു വന്ന വഴികളും എപ്പോഴായാലും നമ്മൾ നിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
പിന്നെ നമ്മുടെ വിഷനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആകാശത്താഴെ പോലുള്ള അതുപോലെ പ്രൊഡ്യൂസർ കൂടെ നിന്നുള്ള വലിയ കാര്യം. ആകാശത്താഴയുടെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MG വിജയ് പുലർജന്മം പോലുള്ള സിനിമ എടുത്ത ആളാണ്. ആൾ ചെയ്ത് 4 സിനിമയാണ്. ഈ 4 സിനിമകളും പൈസ തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത സിനിമകളല്ല. ഇപ്പം എൻ്റെ സിനിമയാണെങ്കിലും പൈസ ആൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ആൾ ഒരിക്കൽ പോലും എന്നെ അത് ആ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് ആൾ കുറ്റപ്പെടുത്തുമില്ല എന്നുള്ളത് തന്നെയാണ്. ആ 4 സിനിമകളും ആ രീതിയിൽ പൈസ ഉണ്ടാക്കേണ്ട സിനിമകളല്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒമർ ലുലു എന്ന സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന ഒരാളാണ്. എടുക്കുന്ന സിനിമ അതിൻ്റെ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുക്കണം, അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആവണമെന്ന നിർബന്ധത്തോടു കൂടി, അങ്ങനെ ആ വലിയ ആഗ്രഹത്തോടു കൂടി സിനിമ എടുക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കമേഴ്ഷ്യലായിട്ടൊരു സിനിമ നമ്മൾ എടുക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും, പക്ഷേ അത് അപ്പോഴത്തെ ഒരു ട്രെൻഡിന് വളരെയധികം യോജിച്ചു പോകണമെന്നും അപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടണമെന്ന്. ഇപ്പോൾ മൂകാംബിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന കുട്ടികൾ ഈ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് ആ ഒരു തലമുറയുടെ ഹൃദയത്തിൽ ആ പാട്ട് ആ വിഷ്വലൊക്കെ ചെന്ന് തൊട്ടത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അത്തരം തലമുറയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. നമ്മുടെ സിനിമയിൽ അത്തരം മാറ്റങ്ങളും ആ തലമുറയുടെ ഒരു ഹാർട്ട് ബീറ്റ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഒരു പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സംവിധായകനാവാൻ ഒമർ ലുലു എന്ന സംവിധായകനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രിയട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഒമർ ലുലുവിൻ്റെ കാഴ്ചപ്പാടുകൾ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടുപേരിൽ നിന്നായാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആർട്ട് സിനിമയാവട്ടെ കമ്മ്യൂണിസ്റ്റ് സിനിമ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുതൽ മുടക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത സംവിധായകനുണ്ട്. ഇപ്പോൾ ഒരു ആർട്ട് സിനിമയ്ക്ക് പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ട എന്നുള്ളതല്ല പറഞ്ഞത്. കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഇഷ്ടം അത് പറയാൻ പറ്റും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സിനിമയാകുമ്പോൾ വരുന്ന ഓഡിയൻസിൻ്റെ നമ്മളുടെ രാഷ്ട്രീയമോ ഒക്കെ അത് പറയാനുള്ളൊരു സംഭവം കൂടിയല്ല. ഇപ്പോൾ ഏത് ഓഡിയൻസിനാണ് പൾസ് നമ്മൾ അറിയണം. ഇപ്പം നമ്മളിപ്പോൾ ഏത് ജോണറാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന്, ഇപ്പോൾ ഒരു ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലി സിനിമയാണെങ്കിൽ അത് ഫാമിലീനെ നമ്മൾ നോക്കിയിട്ട് തന്നെ അവർക്ക് പറ്റാവുന്ന സബ്ജക്റ്റ് എടുത്ത് അത് ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ കൊണ്ടുവരാനുള്ള സംഭവം നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ യൂത്തിനാണെങ്കിൽ യൂത്തിന് പറ്റിയ കാര്യങ്ങൾ, കാരണം ഞാൻ യൂത്തല്ല അല്ലെങ്കിൽ വേറെ മാറിയിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടം വേറെയാണെന്ന് പറ്റി യൂത്ത് കണ്ടോളും എന്ന് വിചാരിക്കുന്ന ഒരു അർത്ഥമില്ല. നമ്മൾ യൂത്തിനാണെങ്കിൽ യൂത്തിന് വേണ്ടത് എന്താണോ അവരെ പൾസ് അറിഞ്ഞുകൊണ്ട്, പ്രേമലു പോലുള്ള സിനിമകൾ അങ്ങനെയാണല്ലോ, അവർ രോമാഞ്ചം പോലുള്ള സിനിമകളൊക്കെ അത് ആ പൾസ് അറിഞ്ഞിട്ട് കൊടുത്ത ഒരിതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒമർ ലുലു തീർച്ചയായിട്ടും യൂത്തിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നു. ഹാപ്പി വെഡിങ് എടുക്കുന്നു, പിന്നെ ചങ്സ് എന്നുള്ള സിനിമ വരുന്നു, ധമാക്ക അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അസോസിയേറ്റ് ആയിരുന്നു. ധമാക്ക എന്നുള്ള സിനിമ വരുന്നു, പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അഡാർ ലവ് എന്നുള്ള സിനിമ, എല്ലാം ഒരു ടീനേജ് ആയിട്ടുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള പ്രേക്ഷകർ ഇവരെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫി കൂടുതലും. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് യൂത്തിൻ്റെ ആണെങ്കിൽ യൂത്തിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ സിനിമ 100% ഹിറ്റാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും അതിൻ്റെ. നമ്മുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞാനത് എൻ്റെ രാഷ്ട്രീയം പറയേണ്ടതുണ്ടെങ്കിൽ, എനിക്കെന്ത് പറയാനുണ്ടെങ്കിൽ അത് ആ വരുന്ന പ്രേക്ഷകനെ നോവിക്കാതെ നമുക്ക് പറയുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം, പ്രേക്ഷകനെ ഉപദേശിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ശേഷിയുള്ള ആൾക്കാരാണ്. ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാനത് മാക്സിമം അത് ആളുകളെ വരുന്ന പ്രേക്ഷകനെ നല്ല രീതിയിൽ മൊബൈൽ കയ്യിലെടുക്കാതെ, അതായത് മൊബൈൽ റൂമിലേക്ക് വന്ന ഈ തിയേറ്റർ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകൻ്റെ മുഖം കാണരുതെന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ആർട്ട് സിനിമയാണ് അല്ലെങ്കിൽ വേറെ സമാന്തര സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് സാധാരണക്കാരായ ആളുകൾ ആ തിയേറ്ററിൽ ഇരുന്നിട്ടുണ്ട്. ആർട്ട് സിനിമ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കാതിരുന്നുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ കമേഴ്ഷ്യലായിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള ആ ഒരു തികഞ്ഞ ഒരു
ബോധ്യവും ഉണ്ട്. അപ്പം അത് കമേഴ്ഷ്യൽ സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാക്സിമം റീച്ച് എത്തിക്കുക. ഏത് ഓഡിയൻസിനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന സബ്ജക്റ്റ് കൊടുക്കുക, യൂത്തിനാണെങ്കിൽ യൂത്തിനുള്ള സബ്ജക്റ്റ് കൊടുക്കുക, അവരോട് നീതി പുലർത്തുക. അല്ലാതെ നമുക്ക് മുന്നോട്ട് പിന്നെ പഠനം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സമയത്തും ഓരോ ടെസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ളതല്ല നാളത്തെ ടെസ്റ്റ്. അപ്പോൾ അവർക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വഴി. വലിയ കാര്യം. ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയിലേക്ക് പോകുന്നു. ആദ്യ സിനിമ ആകാശത്തിന് താഴെ എന്നുള്ള സിനിമ വളരെ വ്യത്യസ്തമായൊരു പ്രമേയം ആവിഷ്കരിക്കപ്പെട്ട ഒരു ചലച്ചിത്രമായിരുന്നു ആകാശത്തിന് താഴെ. കേരളത്തിൽ ആ സമയത്ത് സംഭവിച്ച ഒരു വലിയ ദുരന്തം, അതാണോ ആ സിനിമയിൽ സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന രീതിയിലുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ സ്ത്രീ പീഡനമാണെങ്കിലും ശിശുപീഡനമാണെങ്കിലും നമ്മൾ പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പിന്നീട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണോ സംവിധായകൻ്റെതായ കാഴ്ചപ്പാടിൽ ആ സിനിമയ്ക്കുള്ളിൽ പറയാൻ ശ്രമിച്ചത് എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ സിനിമയിലേക്ക് എത്തിപ്പെടാനിടയായ ഒരു സാഹചര്യം, ഒരു സബ്ജക്റ്റ് എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സമാന്തര സിനിമയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള സാധനം പറയാനുണ്ടാവണം. അത് ആരെയും കൃത്യമായിട്ട് ഒരു സിനിമ പോയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ട സിനിമ ആകാശത്തിന് താഴെ ആയിരുന്നില്ല. വേറൊരു സിനിമേൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയും എനിക്ക് അഡ്വാൻസ് ഒക്കെ തരികയും വേറൊരു സംഭവത്തും ആ പ്രോജക്റ്റിൽ നിന്ന് എന്നെ പുറത്താക്കിയാണ് ഉണ്ടായത്. അതായത് ഞാനറിയാതെ തന്നെ വേറൊരു വലിയൊരു ഡയറക്ടറുടെ അടുത്തേക്ക് ഈ പ്രോജക്റ്റ് പോവുകയും അങ്ങനെ അതിപ്പോ വെളിപ്പെടുത്താൻ ഇല്ല, അത് കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ട് ആരാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ ശേഷം എനിക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ സമാന്തര സിനിമയ്ക്ക് ഇപ്പോൾ പ്രിയേട്ടനെ പോലുള്ള ആളൊപ്പം വർക്ക് ചെയ്ത നീത്തുകാരനൊക്കെ ഉണ്ടായതൊക്കെ ആ ധൈര്യത്വം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമ എന്തായാലും ചെയ്യും. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് സ്ക്രിപ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ നിന്നോട് കൂടിയെന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് പ്രദീപ് മണ്ടൂർ. ആ പ്രദീപേട്ടൻ യാദൃശ്ചികമായിട്ട് ഒരു മെസ്സേജ് ചെയ്യും, ഇപ്പം എന്താണ് കുറേ കാലത്തും ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പം എന്താണ് ലിജീഷ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ സിനിമ ഇങ്ങനെ ഒരെണ്ണം പോയി, അടുത്ത സിനിമയ്ക്കുള്ള ഓട്ടത്തിലാണ്. അടുത്ത സിനിമ നോക്കുന്ന സബ്ജക്റ്റുകൾ നോക്കുന്നുണ്ട്, പ്രൊഡ്യൂസറൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ചെയ്യാൻ ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ എന്താണെന്ന് ചോദിച്ചു. വളയർ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വളയർ വിഷയമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഏത് സബ്ജക്റ്റാണ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, പക്ഷേ ഞാനത് നമുക്ക് കൃത്യമായിട്ട് വളയർ വിഷയത്തെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ വിഷയത്തിൽ ഞാനും കണ്ടത് ആ സമയത്തും ഏത് സമയത്തും കാണുന്നത് അങ്ങനെ. വളയർ മാത്രമല്ല, കുട്ടികളായാലും ബാക്കിയുള്ള സ്ത്രീ പീഡനങ്ങളായാലും എവിടെയും നടക്കാൻ പാടില്ല, ലോകത്തൊരു ഇടത്തിലും നടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ നമ്മളത് ആ വിഷയത്തെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല ചേട്ടൻ. അങ്ങനെ അല്ലാതെ അത് നമുക്കൊരു വളരെ വിഷയം എല്ലാ മനുഷ്യരെയും ഒരുപോലെ വേദനിപ്പിച്ച സംഭവമാണത്. ചേട്ടനെ എഴുതിയിട്ട് നമുക്ക് മാക്സിമം സിനിമ പൂർത്തീകരിക്കാനായിട്ടുള്ള പ്രോജക്റ്റ് നടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് ശ്രമിക്കാം. ആദ്യം പ്രൊഡ്യൂസർ വരണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആൾ എഴുതി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആൾ എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ആളോട് 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ വളരെ വിഷയം ആയിട്ട് പൂർണ്ണമായിട്ട് വരരുത്, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സംഭവം നടക്കാം. അങ്ങനെ ഉണ്ടായത് വളരെ ഋഷിയിൽ നിന്ന് തന്നെയാണ് ആകാശത്താഴെ സംഭവിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നുണ്ട്. പർട്ടിക്കുലർ ആ ഒരു വിഷയം മാത്രമല്ല, വിഷയത്തിൽ നിന്ന് നമ്മുടേതായൊരു കാഴ്ചപ്പാടും. ഞാനത് വളരെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് എവിടേക്കും മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നുള്ളൊരു തികഞ്ഞ ബോധ്യം എൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കത് വേറെ രീതിയിൽ എടുത്തുകൊണ്ട് ആവരുതെന്നുള്ള. മാത്രമല്ല ഈ വാളയാർ വിഷയം തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വാർത്തകളല്ല, പിന്നെ സിനിമയെ വെല്ലുന്ന ടിസ്റ്റുകളാണ് അതിൽ. അപ്പോൾ ഒരു വൺ സൈഡാണ് നമ്മൾ അവിടെ പറയാൻ ശ്രമിച്ചതെങ്കിൽ നമ്മൾ ആ വൺ സൈഡ് പറയുന്ന ആ ഒരു സന്ദേശത്തിന്റെ വക്താക്കളാക്കി മാറിയേനെ. പിന്നെ ആ കുട്ടികളെ വിറ്റിട്ട് ഞാൻ അതിന്റെ പേര് നേടാന്നുള്ളത് അതിനോട് എനിക്ക് ശരിയായ രീതിയല്ല. കാരണം നമുക്കൊരു വേദന ഉണ്ടല്ലോ കുട്ടികൾ. അപ്പം ഞാൻ കണ്ടത് അതിനുശേഷം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഈ അപ്പൻ്റെ മുന്നിലിട്ടാണ് കുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. അതേ സമയത്തിന് ഷൂട്ട് ചെയ്തതിന് ശേഷം മലപ്പുറത്ത് ബുദ്ധിമാന്യമുള്ള കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. ഇപ്പം ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വേദനിക്കുന്നുണ്ട്.
കാരണം നമ്മൾ ആ കുട്ടീനോട് പറഞ്ഞു കൊടുക്കണം ഇതിങ്ങനെയാണെന്ന്. ആ പ്രായത്തിലുള്ള ആ കുട്ടിയോട് എന്നാൽ ഫുള്ളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. റേപ്പ് സീനൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യുന്ന ആള് അയാൾ അത്ര ക്രൂരമായിട്ട് ചെയ്യുന്ന അയാളൊരു ആക്ടറാണ്. അപ്പോൾ ആ ആക്ടറോടാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്, എന്നാൽ വേറെ ഇത് ഉപയോഗിക്കാനും പാടില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പലർക്കും ഞാൻ സെൻസർ ചെയ്ത സമയത്ത് ആ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു മാഡം ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, പക്ഷേ യാഥാർത്ഥ്യം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, നമുക്ക് കണ്ടിരിക്കാനേ പറ്റുന്നില്ല. അനുഭവിക്കുന്ന ആളുകളുടെ വേദന എന്തായിരിക്കും. പിന്നെ ആകാശനാട് വേറൊരു കാര്യം, എനിക്ക് ബിജുബാലേട്ടൻ, മ്യൂസിക് ഡയറക്ടർ ബിജുബാലേട്ടനായിരുന്നു. ബിജുബാലേട്ടൻ പറഞ്ഞൊരു വാചകമാണ്, ഞാൻ എപ്പോഴും പറയുന്ന കലയെ ഞാൻ ഇന്നതാണെന്ന് പറയുന്നതിനപ്പുറത്ത് അത് പറയാതെ പറയുന്നത് ഇന്നതാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതല്ലേ. നമ്മളെന്താണ് ഉദ്ദേശിച്ചത് അത് കാണുന്നവന് ആകാശനാട് കണ്ട ബിജുബാലേട്ടൻ പറഞ്ഞു ലിജീഷിൻ്റെ ആത്മാംശമുള്ള സിനിമയാണല്ലോ ഇതെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിൽ പറയാതെ പറഞ്ഞതെന്ന് വെച്ചാൽ അധികാരമുള്ള ആളുകൾ അത് പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ വേറെ അധികാരം കുറഞ്ഞവൻ്റെ മേലേക്ക് എല്ലാ കാലത്തും ഒരു ആവശ്യമില്ലെങ്കിലും കടന്നു കയറി അവൻ്റെ ജീവിതം ഇല്ലാതാക്കും. പക്ഷെ എല്ലാവർക്കും അഭിമാനമുണ്ട്. ജബിനുണ്ട് അഭിമാനം, എനിക്കുണ്ട് അഭിമാനം മുറിപ്പെടുമ്പോൾ നമ്മൾ ഒരു പ്രതിരോധം തീർക്കും. കീഴടങ്ങാനായിട്ട് ഞാനങ്ങനെ കീഴടങ്ങില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, നിസ്സഹായത ഉണ്ടാവും നമുക്ക്. ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് ന്യായമായിരിക്കും, പോരാടും. നമ്മുടെ ഭാഗത്ത് ന്യായമായിരിക്കും, ആ ന്യായത്തെ കാണാതിരിക്കുകയും അന്യായങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ചെയ്യുന്നൊരവസ്ഥ. അതെ, അതാണ് ഭയങ്കര. പിന്നെ നിങ്ങളൊന്ന് പലപ്പോഴും എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാനത് ഒരു സിനിമയാവട്ടെ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളാവട്ടെ ഞാനത് ചെയ്യും. പലപ്പോഴും പല ഡയറക്ടേഴ്സും അങ്ങനെ കടന്നു പോകും. നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങൾ, നമ്മൾ വെക്കേണ്ട ഇത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പല കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് വിശ്വസിക്കൂ. ആ വിശ്വാസം എടുക്കുക അല്ലെങ്കിൽ അത് സഹായവതയാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആകാശത്താഴെ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആരാണ്. അപ്പോൾ ആണ് പെണ്ണ് എന്നുള്ള സംഭവം ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. ആ സിനിമയിൽ ശാന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതയാത്രയാണത്. അപ്പോൾ സിജി പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവരാണ് അത് ചെയ്തത്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു യാത്രയാണ്, ശാന്തയുടെ യാത്രയാണത്. ശാന്തയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ശാന്തയുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് അധികാരവും ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു സമാന്തര സിനിമകൾ നമ്മളെപ്പോഴും വെക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവലുകളോ കൂടുതൽ ആളുകൾക്ക് എത്താനൊക്കെ കൂടുതൽ കമേഴ്ഷ്യൽ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതൽ ആളുകൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിലാണെന്ന് ഫിലിം ഫെസ്റ്റിവലുകളൊക്കെയാണ്. എനിക്ക് അത്രത്തോളം അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനല്ലല്ലോ ഈ സിനിമ ഉണ്ടാക്കിയത്, നമുക്കൊരു പ്രേക്ഷകർ എത്തണം. അപ്പോൾ യൂട്യൂബിലാണ് നമ്മൾ പിന്നീട് കുറേ കാലത്തിന് ശേഷം ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഹിമാചൽ പ്രദേശ് ഷിംല ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായിട്ട് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരുപാട് വലിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് യൂട്യൂബിലിട്ടതിന് ശേഷം യൂട്യൂബിൽ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അത് എന്നറിയാത്ത ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ കമൻറ്റുകളൊക്കെ നമുക്ക് നാളെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ആളുകളുണ്ട്, ഒരുപാട് സിനിമയിലേക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ നല്ലത് പറയാൻ, നല്ല സിനിമകൾ ചെയ്യുന്നു, സമാന്തര സിനിമകൾ. അത്തരം നവാഗത പ്രതിഭകൾക്കുള്ള ഒരു ഊർജ്ജം കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇതേപോലെ എന്നെ പോലെ ഒരാൾ സാധാരണ കുടുംബത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകാത്ത ആൾക്ക് സിനിമ നമ്മളൊക്കെ പഠിക്കുന്നത് മറ്റേ പുരാണത്തിൽ പറഞ്ഞ പോലെ ഏകലവൻ പഠിക്കുന്ന പോലെ പഠിക്കുക. അതെ, എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയേട്ടനെ പോലുള്ള അല്ലെങ്കിൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സിനിമ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളൊരു പ്രത്യേക സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പം ഇന്ന് വന്നിട്ട് നാളെ ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ചെടിയാണെങ്കിൽ അത് വളരണമല്ലോ, വിത്ത് വെച്ച് അത് വളർന്ന് മരം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വളർച്ച, അതും സിനിമയ്ക്ക് വേണം എന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ തപാലിക്കൂടെ നീന്തൽ പഠിച്ചെടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഒരു സിനിമ സെറ്റിലെങ്കിലും പോയാൽ നന്ന്, അല്ലാതെ ചെയ്യാം കേട്ടോ. ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആക്ഷൻ കട്ട് പറയുന്നതല്ല ഒരു ഡയറക്ടർ. ഈ ഒരുപാട് ക്രൂകൾ അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം ഒരു വലിയ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത ആളുകളാണ്.
അവരൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വിടുത്താവാതിരിക്കുകയും നമുക്ക് എന്താ വേണ്ടതെന്ന് അവരിൽ നിന്ന് എടുക്കുകയും മൊത്തം ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഡയറക്ടർ എന്നുള്ളത്. സിനിമ ഇപ്പം ഇന്ന് കുറച്ചും കൂടി ഈസിയാണ് കടന്നു വരാൻ, പക്ഷെ നിലനിൽക്കാനാണ് ബുദ്ധിമുട്ട്. സർവൈവ് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പണ്ട് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് സ്ഥിരമായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ വർഷവും നമ്മളിങ്ങനെ എഴുതി അതിൻ്റെ അവതാരകരെ കൊണ്ട് പറയിക്കുമ്പോൾ ഈ വർഷം 148ഓളം പുതിയ സംവിധായകർ വന്നു, 100ഓളം പുതിയ സംവിധായകർ വന്നു. അങ്ങനെ നമ്പറുകൾ പറയും, വലിയ നമ്പറുകളാണ്. പക്ഷേ ഈ പറഞ്ഞ നമ്പറുകൾ ഇപ്പോൾ ഒരു ട്രാഫിക് അല്ലെങ്കിൽ കോക്ടെയിൽ ട്രാഫിക് തുടങ്ങി ചാപ്പാകുരിശ് തുടങ്ങി ഒരു മലയാള സിനിമയുടെ ഒരു വലിയ മാറ്റം, ആ മാറ്റത്തിന് ശേഷം ഒരുപാട് നവാഗത സംവിധായകർ വന്നു. പക്ഷേ ഈ നവാഗത സംവിധായകർ എത്ര പേര് രണ്ടാമത്തെ സിനിമ ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അതെ. കാരണം ഇപ്പോൾ ഒരു പരാജയം, ഇപ്പോൾ പലരും പറയും, ഇപ്പോൾ ഞാൻ കേട്ടോളം ഒരു ആദ്യത്തെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോയി എന്ന്, തെറ്റാണെന്ന് ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭൂതകാലവും ഏറ്റവും വലിയ ഉദാഹരണം ലോക ഭൂതകാലം ചെയ്ത ഡയറക്ടർ രാഹുൽ ഒക്കെ ഫസ്റ്റ് പടങ്ങളൊക്കെ പരാജയമാണ്. ലിജോ പെല്ലിശ്ശേരിയുടെ 2 ഇതാണ്. നമ്മൾ നിലനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. എൻ്റെ കയ്യൊപ്പ് ഞാൻ അവിടെ പതിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പുതിയ സാധനങ്ങൾ വയ്ക്കുക, പുതിയ ഒരു ആശയങ്ങൾ വെക്കുകയും എൻ്റെ സിനിമ എന്ന് പറയുന്ന സ്ഥലത്ത് അതിനോട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ സിനിമ ഒരിക്കലും ഒരാളെ വെറുതെ മടക്കി അയക്കില്ല എന്നാണ് അത് 100% നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ പഠിച്ചത്. അത് തീർച്ചയായും ഞാൻ നിലനിൽക്കേണ്ട എൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ലിജീഷിൻ്റെ സിനിമയല്ലേ എന്നുള്ള അത് ആ കയ്യൊപ്പ് ഞാൻ അവിടെ വെക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അല്ലേ. കാരണം അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം, ഞാൻ വെറുതെ പോവാൻ തീരുമാനിച്ച് വന്നിട്ടുള്ള ആളല്ല. അപ്പോൾ ഞാനിവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ അതിന് ടൈം ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ എൻ്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തണം എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ആവശ്യമാണ്. ആകാശത്തിന് താഴെ എന്നുള്ള സിനിമയ്ക്കൊപ്പം തന്നെ കുറേ പരസ്യചിത്രങ്ങൾ, അതുപോലെ ആൽബം സോങ്ങുകൾ, ഇതൊക്കെ പാരലലി നടക്കുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിൽ അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം പരിപാടികളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അത് നമ്മളിപ്പോൾ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സിനിമ തന്നെയാണ് ലക്ഷ്യങ്ങൾ. കാരണം പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ആഗ്രഹങ്ങളാണ് പുതിയ ആളുകൾ വരണം എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ കൈതരാനായിട്ട് പ്രിയേട്ടനെ പോലുള്ള ലോമറിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും ഒരുപാട് നമ്മൾ ഒറ്റയ്ക്കൊന്നും സിനിമയ്ക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ ആരെങ്കിലും നമുക്ക് കൈപിടിച്ച് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിങ്ങനെയുള്ള ആൽബങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം കൂടി നമ്മളിതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആളുകളോടാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ പണ്ടത്തെ പോലെയല്ലോ. നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്നെങ്കിൽ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഈസിയാണ്. അത് ലോകത്തിന് മുന്നിലേക്ക് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ലല്ലോ. കഴിവുള്ളവർക്ക് കുറേ ഈസിയാണ് നിലനിൽക്കാൻ. നമ്മൾ പിന്നെ അടുത്തൊരു ഘട്ടം ആണ് വൈറലാവാൻ ഒരിക്കലേ പറ്റുള്ളൂ. നിലനിൽക്കണമെങ്കിൽ വൈറലല്ലല്ലോ നിൽക്കുന്നത്, സ്ഥിരമായിട്ട് അങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വൈറലാവാനുള്ള വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതെ. ഇപ്പോൾ നമ്മളുള്ള ഒരുപാട് കലാകാരൻ, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് പലവട്ടം അന്ന് ഇപ്പോഴാണല്ലോ വൈറൽ എന്നുള്ള വാചകങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ പലരും ആ കഴിവിൻ്റെ പുറത്താണ്. അവരൊക്കെ ഒരുപാട് വൈറൽ. ഇപ്പോൾ നമുക്ക് തിയേറ്ററിലാണെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടുള്ള ജെവിനൊക്കെ കണ്ടിട്ടുള്ള. ഇപ്പോൾ ആ സാധനം ഇല്ല. അപ്പോൾ അത് ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ സിനിമ ഹിറ്റായിരിക്കണം. അതെ. പിന്നെ സിനിമ ലോങ് റൺ എന്നുള്ള പ്രതിഭാസമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാപ്പി വെഡിങ്ങിനൊക്കെ അന്ന് സംഭവിച്ചത് വലിയൊരു ഭാഗ്യമാണ് ചില ആംഗിൾ ചിന്തിക്കുമ്പോൾ. കാരണം അന്ന് ഒരു സിനിമ തുടക്കത്തിൽ ചിലപ്പോൾ ആളുകളിലേക്ക് എത്തിയില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ സിനിമ ഹിറ്റായി മാറാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പലപ്പോഴും അതൊന്ന് നല്ല സിനിമയാണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് സിനിമ മാറ്റിയിട്ടുണ്ടാവും. പണ്ട് ഇപ്പൊ നമ്മൾ ഹാപ്പി വെഡിങ് ഉള്ള സമയത്ത് B ക്ലാസ് C ക്ലാസ് ഇല്ല. പക്ഷെ പണ്ട് വേറെ കാര്യം ഉണ്ടായിരുന്നു. A ക്ലാസ്സിൽ വിജയിക്കാത്ത സിനിമകൾ Bയിലും Cയിലും വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ A ക്ലാസ് B ക്ലാസ് ഇല്ലെങ്കിൽ പോലും കുറേ വൈഡായിട്ടുള്ള റിലീസ് കേന്ദ്രങ്ങളുണ്ട്, പല OTT അല്ലെങ്കിൽ വേറെ സംഭവം. പക്ഷെ എന്നാലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ ചിലപ്പോൾ നമ്മളൊന്ന് പറഞ്ഞറിഞ്ഞു വരുമ്പോൾ പല സിനിമകൾ, വലിയ സിനിമകൾക്ക്, സ്റ്റാർ സിനിമകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ആ പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. ചെറിയ സിനിമകൾ ഇപ്പോൾ പുതിയ ആളുകൾ, ഇപ്പോൾ ഞാൻ ഒരു പുതിയ ആളുകൾ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് അത്
ഒരു മിനിമം നമ്മൾ ആളുകൾ കണ്ടതിന് ശേഷം ആദ്യം കിട്ടണ്ടേ, തിയേറ്റർ കിട്ടണ്ടേ, നിലനിൽക്കണ്ടേ. ഒരു പബ്ലിസിറ്റി വരണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും തിയേറ്ററിൽ നിൽക്കണം. ഈ തിയേറ്ററിൽ നിൽക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ സമാന്തര സിനിമ ഞാൻ ചിത്രാഞ്ജലി പാക്കേജ് ആയിരുന്നു എൻ്റെ സിനിമയാണ്. പക്ഷേ നമുക്കങ്ങനെ ചിത്രാഞ്ജലി പാക്കേജ് എടുക്കുമ്പോൾ പോലും ആ പാക്കേജിൽ കൈരളി ശ്രീ പോലുള്ള തിയേറ്റർ നമുക്ക് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് ലിജീഷ് സിനിമ ഇറങ്ങിയ സമയത്ത് പിന്നെ ഇത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള കാരണം, നമ്മളെ പാക്കേജ് എടുക്കുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ തിയേറ്ററിൽ പോലും കളിപ്പിക്കുന്നില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള തിയേറ്ററുകാർ എങ്ങനെയാണ്? പക്ഷെ എനിക്ക് കൂടുതൽ പഴയ ഇത്തരം സിനിമകൾ പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ അല്ലെങ്കിൽ കൈരളി ശ്രീ തിയേറ്ററുകൾ, അതൊന്ന് തൃശ്ശൂരൊന്നുമില്ല, തിരുവനന്തപുരത്തേക്കുള്ള ഇത്തരം തിയേറ്ററുകളിൽ ഉച്ചയ്ക്കൊരു ഷോ എങ്കിലും അല്ലെങ്കിൽ 2 ഷോ എങ്കിലും ഇത്തരം സിനിമകൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഇപ്പോൾ വലിയ സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഒരു വരുന്ന വരുമാനം വെച്ചിട്ടാണ് അവിടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ശമ്പളം കൊടുത്തോളൂ, പക്ഷേ ഈ ചിത്രാഞ്ജലി പോലുള്ള സ്റ്റുഡിയോയിൽ കൂടുതൽ നടക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നത് ഈ സമാന്തര സിനിമകളാണ്. ഈ സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകളാണ്. കാരണം ലോകത്തിന് മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് ഈ സമാന്തര സിനിമ എന്ന് വിളിക്കുന്ന സിനിമകളാണ്. ഈ സിനിമയ്ക്ക് സ്പേസ് വേണ്ടേ? സർക്കാരെങ്കിലും അവിടെ 2 ലക്ഷം രൂപ നമ്മൾ ആദ്യം കെട്ടിവെക്കണം. അതിനുശേഷമാണ് നമുക്ക് 5 ലക്ഷം രൂപ തരുന്നത്. സബ്സിഡി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടുന്നത്. 2 ലക്ഷം ഫസ്റ്റ് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ വെക്കുന്ന നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട്, നമ്മുടെ സിനിമയുടെ ഭാഗമായിട്ട് ഇതിൽ നിന്നും വരുമാനം ഈ സ്റ്റുഡിയോയ്ക്ക് പോകുന്നുണ്ട്, ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് പോകുന്നുണ്ട്. ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ KSFDCയുടെ അണ്ടറിൽ വരുന്നതാണ് കൈരളി ശ്രീ പോലുള്ള കലാഭവൻ പോലുള്ള തിയേറ്ററുകൾ. ഈ തിയേറ്ററിൽ പോലും നമ്മളെ കാണുന്നത് ഒരു എന്താ പറയുക, വേറൊരു ഭാഗമായിട്ടാണ്. അത് തിയേറ്റർ തരുന്നില്ല. അത് ഒരു ഷോ എങ്കിലും, ഒരു 2 ഷോ എങ്കിലും അതിന് കുറച്ചും കൂടെ ഒരു ഇളവ് നൽകാന്നുള്ളത് ഇപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ അറിവ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെയൊന്നും സമാന്തര സിനിമകൾ അങ്ങനെ പോകണ്ട എന്നുള്ള നിലപാട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ സമാന്തര സിനിമയാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടും, പ്രേക്ഷകരിലേക്ക് എത്തണം. അത് നമ്മൾ ഒരു തിയേറ്റർ കിട്ടിയാലേ, അല്ലെങ്കിൽ ഞാൻ എന്ത് സിനിമ ഉണ്ടാക്കി വെച്ചിട്ടും എനിക്ക് കളിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആളുകൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനോ പ്രൊഡ്യൂസർക്കോ സംവിധായകനും മാത്രം കാണാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയല്ലല്ലോ. അത് ഏത് ഓഡിയൻസിനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബിലിട്ടു എന്ന് പറയുന്നു. യൂട്യൂബിലിടാന്ന് പറഞ്ഞാൽ യൂട്യൂബിലിടാനല്ലല്ലോ, യൂട്യൂബിലിടുന്ന അവസാനത്തെ വഴിയാണ്. നമുക്കൊരു സമയം അവസാനമുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ വന്നതും പോയതും ഇപ്പോഴുള്ളതും ഒരുപോലെയാണ്. അറിയില്ല. ഇപ്പം നമ്മുടെ സിനിമയൊന്നും എടുത്തിട്ടില്ല. കാരണം അത് A സർട്ടിഫിക്കറ്റ് സിനിമ ആയതുകൊണ്ട് കുറച്ച് A സർട്ടിഫിക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമയില്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഈ സമാന്തര സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സ്പേസ് ഉണ്ടാവണം. ആ സ്പേസ് ഇല്ലാതായി കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഈ സിനിമ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രതീക്ഷയാണ് ഇല്ലാതാവുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു ധൈര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് അടക്കം, ഇപ്പോൾ ഞാൻ 2022 എനിക്ക് 2023 ഞാൻ സ്റ്റേറ്റ് അവാർഡിനെതിരെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നൊരു ഗതിയാണ്. വലിയൊരു പോരാട്ടമായിരുന്നു. അത് പോണ സമയത്ത് നമുക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് അവിടെ നടന്ന ആ ഒരു വിധി നിർണ്ണയം ശരിയല്ല എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വേദനയിൽ നിന്നാണ്. അതിന് ഞാൻ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രതിരോധം ഉണ്ടെന്ന് എൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ. വിജയിച്ചാലും തോറ്റാലും ഞാനത് എൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള രേഖപ്പെടുത്തുക. പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് വരുംകാലമായിരിക്കും. അതെ, നാളെ ഒരു സമയത്ത് ഇതുപോലെ ഏതെങ്കിലും പൊട്ടൻ ഇതിനെ ചോദ്യം ചെയ്യാനുണ്ടാവും. ആ ഒരു പൊട്ടനാണെങ്കിൽ ആ പൊട്ടനാവാൻ തയ്യാറായിരുന്നു ഞാൻ. അതിന്റെ കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി ചോദിക്കുകയാണ്. അതായത് ആ വർഷത്തെ പുരസ്കാര നിർണയം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സിനിമ ആകാശത്തിന് താഴെ എന്ന സിനിമ അതിലേക്ക് കൊടുക്കുകയും അതിൽ പരിഗണിച്ചേ ഇല്ല. അതെനിക്ക് പലപ്പോഴും അത് ആ വിധി നിർണയത്തിൽ ചെയർമാൻ ഇടപെട്ടു എന്ന് പറഞ്ഞത് ജൂറിയാണ്. നമുക്കൊരു ജൂറിയുള്ള എപ്പോഴും അവാർഡ് നിർണയത്തിൽ അന്തിമ തീരുമാനം ജൂറിയുടെ തന്നെയാണ്. ഒരു 12 അല്ലെങ്കിൽ 2 അംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ ജൂറിയുടെ
നാലോ അഞ്ചോ ലാസ്റ്റ് ഒരു 2 എന്ന സമയത്ത് 155 പടങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. മൊത്തം അതിന് ഏറ്റവും ഈ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പടങ്ങൾ വന്ന കൊല്ലമായിരുന്നു അത്. അതിക്ക് മുന്നേ 128 പിന്നെ 152 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഘട്ടമായിട്ടാണ് ഒരു ടീമാണ് കാണുന്നത്. അതിൽ നിന്നും പിന്നെ ലാസ്റ്റ് ഫൈനൽ ജൂറിലേക്ക് പോവുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഇപ്പോൾ ജെബിനൊരു ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്ത് എന്താ പറയുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാം, ഭക്ഷണം മോശം കേട്ടോ. അപ്പോൾ പോണ സമയത്ത് അവിടെ ഉണ്ടാകുന്നൊരു ചെറിയ കറുത്തൊരു ഇത് കണ്ടാൽ പോലും, ഒരു ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പൂവിൻ്റെ കഷ്ണം കണ്ടാൽ പോലും നമുക്ക് പാറ്റന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ആ സാധനം വരുന്നില്ല. അതുപോലെ ഈ പടത്തിന് ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന സിനിമകൾക്ക് ഒരു പരിഗണന വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂറി പറഞ്ഞു, 2 ജൂറി, നേമം പുഷ്പരാജും പിന്നെ വേറെ സ്ത്രീ, അവർ ആ ജൂറിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ജൂറി പറയുന്ന സമയത്ത് ചെയർമാൻ ഓൾറെഡി ആ സമയത്തുള്ള ചെയർമാൻ വന്ന് സിനിമ കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും കാണാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ സിനിമയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് അതിൻ്റെ പറയുന്ന കുറേ ബൈലോയിൽ പറയുന്ന പോലെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പൂരിപ്പിച്ച് നൽകിയിട്ട് അതിലെന്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ സ്ക്രീനിങ്ങിനുള്ള നമ്മളെ ഇത് ഔട്ടാവും. നമ്മൾ ഈ ഫൈനൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത്ര കൃത്യമായിട്ട് പൈസ അടച്ച് ഈ ഹാർഡ് ഡിസ്ക് ഇതാക്കി ഇത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന്, ഏത് കാറ്റഗറി ആണെന്ന് ഒക്കെ നമ്മൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ അവാർഡിലേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. ഈ ലിസ്റ്റ് ചെയ്യപ്പെടാതെ ചെറിയ കാരണം മതി തള്ളാനായിട്ട്. അപ്പോൾ ഈ ഇതേപോലെ ഇത്ര സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു 30 പടങ്ങളാണ് ഈ ഫസ്റ്റ് സെലക്ട് ചെയ്യപ്പെട്ട് 30 പടങ്ങളിൽ നിങ്ങൾക്ക് ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ യഥാർത്ഥ എന്നെപ്പോലുള്ള പുതിയ ആളുകളുടെ പടങ്ങളും പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ അറിഞ്ഞ അടുത്തോളം കാര്യം പല സിനിമകളും പൂർണ്ണമായിട്ട് കാണാറില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാലത്തും അതാത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിധിനിർണയ സമിതി അവരുടെ കൃത്യമായിട്ടുള്ള, അതായത് അവർക്ക് സ്വാതന്ത്ര്യം നൽകാതെ മുകളിൽ നിന്നുള്ള ഇടപെടലേ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ ഈ പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു അവാർഡല്ലല്ലോ. ഇപ്പോൾ അതിൽ പറയുന്ന കാര്യം എത്രയാണ്, നമുക്ക് എത്ര വർഷം നിങ്ങൾക്ക് പുരസ്കാരം കിട്ടിയെന്നുള്ളതും അതിൻ്റെ പരിഗണനയല്ല. എത്ര വർഷം കിട്ടാതിരുന്നു എന്നുള്ളത് പ്രമുഖനായ ഡയറക്ടറില്ല, പ്രമുഖമായ അഭിനേതാവില്ല, പ്രമുഖമായ നിർമ്മാണ കമ്പനിയില്ല. എല്ലാവർക്കും ആ വർഷം നോമിനേഷൻ അല്ലെങ്കിൽ വന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങൾക്കും തുല്യ പരിഗണനയാണ്. വലുതൊന്നോ ചെറുതൊന്നോ ഇല്ല. ഒരു 5 വട്ടം ജെബിനാണ് അവാർഡ് കിട്ടിയെങ്കിൽ 6ാമത് വട്ടം കിട്ടാതിരിക്കാൻ അത് യോഗ്യത കുറവല്ല, അത് യോഗ്യതയും അല്ല. പക്ഷേ ഒരു ജൂറിയുടെ തീരുമാനം അന്തിമമാണ്. പക്ഷേ ജൂറിയിലിരുന്ന ആളുകൾ തന്നെ പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഒരു അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. ഞാനത് സമയത്ത് നല്ല നവാഗത സംവിധായകന് വേണ്ടിയിട്ടല്ല ഞാൻ ഇതായിട്ടുണ്ടായിരുന്നത്. എൻ്റെ നായികയ്ക്ക്, പ്രധാന കഥാപാത്രമുള്ള നായികയ്ക്ക് അതിൽ അപ്പാപ്പൻ ആയിട്ട് കണ്ണൂർ വാസുട്ടിയായിട്ടെന്നുള്ള നന്നായിട്ട് അതിൽ ബാല്യതാരത്തിനുള്ള അവാർഡുകൾക്കൊക്കെ സാധ്യതകളുണ്ടായിരുന്നു. ഈ സാധ്യതകളെല്ലാം അതിനേക്കാൾ സാധ്യത കുറവുള്ള ആളുകൾക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ചെയർമാനായിട്ട് രഞ്ജിത്തായിരുന്നു. ഒരിക്കലും രഞ്ജിത്ത് സാറിനുള്ള, അല്ലെങ്കിൽ ഞാൻ സാറിന് തന്നെ കാരണം ഇപ്പോൾ ആളുടെ കഴിവിന് അടുത്തേക്ക് ഞാനിപ്പോൾ 10 ജന്മം ജനിച്ചാലും എത്താൻ പോകുക. കാരണം തിരക്കകർത്താണ്, ഡയറക്ടറാണ്. അത് രഞ്ജിത്ത് എന്നുള്ളൊരു ആളല്ല, അത് ആ സ്ഥാനത്ത് എൻ്റെ ആശാനാണെങ്കിൽ പോലും ഇടപെടലിനെ നമ്മൾ എതിർക്കുക തന്നെ വേണം. എതിർക്കുക എന്നെ കൊണ്ടാവുന്ന കോടതിയിലേക്ക്, കോടതിയാണല്ലോ നമ്മൾ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ. ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമാവുന്നത് കോടതികളാണ്. അപ്പോൾ അതിൻ്റെ ഞാനത് വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അത് ഹൈക്കോടതിയിൽ ആദ്യത്തെ ഇതിൽ സർക്കാരിൻ്റെ വിശദീകരണം ചോദിക്കുകയും പിന്നീട് ഞാൻ അപ്പീൽ പോയി അത് തള്ളി, പിന്നീട് സുപ്രീം കോടതി വരെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, തെളിവുകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ചില പ്രൈവറ്റായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയുണ്ട്. അതൊരിക്കലും എനിക്ക് രേഖയായിട്ട് സമർപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നല്ല വിജയമായിട്ട് കാണുന്നത് ഒരു ശബ്ദം ഉയർത്താൻ പറ്റിയല്ലോ. ആ ശബ്ദം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയപ്പെടും എന്നുള്ളതാണ്. അത് സമാന്തര സിനിമകൾക്കൊപ്പം നമ്മൾ നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് ആ ശബ്ദമാവുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഒരു രാഷ്ട്രീയം എന്ന് പറയുക, നമ്മൾ ഈ പറഞ്ഞ CPM BJP എന്നുള്ള രാഷ്ട്രീയമല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലപാടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ നിലപാട് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്
ആണ് ലിജീഷിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും. പിന്നെ പുതിയ സ്വപ്നങ്ങൾ, പുതിയ പദ്ധതികൾ ഏതൊക്കെയാണ്? പുതിയ ഇപ്പോൾ 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒന്ന് കമേഴ്ഷ്യലാണ്, ഒരു ആർട്ട്. അപ്പോൾ അടുത്ത വർഷം 2026, ഇപ്പോൾ ഈ വർഷം കഴിയാൻ പോകുന്നു. 26 എന്തായാലും സിനിമകൾ സംഭവിക്കുമെന്നാണ് നമ്മുടെ സംഭവിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഓട്ടത്തിലാണ്. അതിനിപ്പോൾ സിനിമ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കട്ടെ. പിന്നെ കൂടുതൽ പുതിയ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എഴുതാനും അത് വളരെ മനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കാനും ഒക്കെ സാധിക്കട്ടെ. കുറച്ച് സമയമേ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ അതിലൂടെ നമ്മുടെ ഒരു ചലച്ചിത്ര സ്വപ്നങ്ങളും അതിൻ്റെ ആ സ്വപ്നങ്ങൾ സഫലീകരിക്കാനുള്ള വഴികളിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ദുർഘട അവസ്ഥകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം നമ്മൾ ചർച്ച ചെയ്തു. അവിവാഹിതനാണ്, അപ്പോൾ വിവാഹം വരെ നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ വേറെ കാര്യമുണ്ട് ജെബിന്, ഞാൻ കണ്ടത് വെച്ചാൽ ഞാൻ പട്ടിണി കിടന്നോ ബിരിയാണി കഴിച്ചെന്നോ ഈ കാണുന്നവന് അറിയേണ്ട കാര്യമില്ല. അവർ ചോദിക്കില്ലേ നിന്നോട് ആരെങ്കിലും പറഞ്ഞു നീ കല്യാണം കഴിക്കാത്തത്, നീ പട്ടിണി കിടന്നു, അതൊക്കെ നിന്റെ മാത്രം ഇതാണ്, നിന്നെ മാത്രം നമ്മുടെ. ഇപ്പം ഞാൻ ഇതിനെ സിനിമയുടെ പുറകെ നടക്കുന്നത് ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്, എനിക്ക് ബോറടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പലപ്പോഴും. അല്ലാണ്ട് ഞാനത് സമൂഹത്തിന് വേണ്ടി അങ്ങനെ ഇത് സിനിമയോട് അങ്ങനെ ഒന്നുമല്ല. എനിക്ക് സിനിമ ഇഷ്ടമാണ്, സിനിമ എൻ്റെ സ്വപ്നമാണോ ലക്ഷ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കാത്തതെന്ന് എനിക്കെൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയിലോ ഒരിക്കലും അത് ഇപ്പോൾ കംഫർട്ടല്ല. നാളെ സംഭവിച്ചുകൂടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദുർഘടമായത് എന്തുകൊണ്ട് ഞാൻ വന്ന സാഹചര്യം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും സിനിമാ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നോ വരാത്തതുകൊണ്ട് എനിക്കപ്പോൾ എൻ്റെ ദുർഘടമായിട്ടുള്ള അവസ്ഥകളറിയാം. അതേ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ ഞാൻ കുറച്ച് കഷ്ടപ്പെടാമെന്നുള്ളത് വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് നമ്മുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവുക. പിന്നെ കുറേ സിനിമ എപ്പോഴും ഭാഗ്യം കൂടിയാണല്ലോ. ഇപ്പോൾ എനിക്കൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരിക്കലും ഡയറക്ടർ മാത്രം വിജയിച്ചുകൊണ്ട് സിനിമ ഉണ്ടാവില്ല. ഒരു കൂട്ടായ്മയാണ് സിനിമ. അപ്പോൾ പിന്നെ ഭാഗ്യം കൂടിയാണ്. ആ ഭാഗ്യം കൂടി വന്നപ്പോൾ സംഭവിച്ചു. പിന്നെ ബാക്കി ചോദ്യം ചെയ്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അഹങ്കാരമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അല്ല, നമ്മുടെ അഭിമാനം കൂടിയാണ്. നമ്മുടെ ആത്മാഭിമാനത്തിനും അഹങ്കാരത്തിനും ഇടയിലുള്ള ഒരു അതിർവരമ്പ് വളരെ നേർത്തതാണ്. നമുക്ക് നമ്മുടെ അഭിമാനമാണ്, പക്ഷെ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് അഹങ്കാരമായിട്ട് തോന്നും. ഇപ്പോൾ സിനിമ സംഭവിക്കേണ്ടതാണ്. ഇപ്പം ഞാനിപ്പോൾ ജെബിനായിട്ട് ഒരുപാട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ജെബിൻ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജെബിൻ്റെ ഒരു സംവിധാനം എന്നുള്ള രീതിയിലേക്ക് സംവിധാനമൊന്നുമില്ല. അത് നമ്മൾ കാരണം സിനിമ ഇഷ്ടം കൊണ്ടാണല്ലോ. കാരണം ഈ സ്റ്റുഡിയോ പോലും കാരണം ആ സൗഹൃദത്തിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇനി സിനിമയെ കൂടെ എത്രയോളം സംസാരിച്ചാലും ബോറടിക്കില്ല. കാരണം സിനിമയാണ് നമ്മുടെ ഒരു ശ്വാസം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതൊക്കെ പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കടന്നു വരുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ഇന്നതാണ്, നമുക്കൊരു ഹിറ്റടിക്കുന്ന പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഹിറ്റടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും 100% ഹിറ്റടിക്കും. അല്ലെങ്കിൽ ഇത് 100% എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമകളും ഹിറ്റായി മാറേണ്ടതില്ല. അങ്ങനെ സംഭവില്ലല്ലോ. അത് എത്ര വലിയ ഡയറക്ടറാണ്, എത്ര വലിയ ആക്ടറാണെങ്കിൽ പോലും എല്ലാ സിനിമകളും സംഭവിക്കുന്നില്ലല്ലോ. അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞ എലമെൻ്റ് എപ്പോഴും വലിയ ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച പോലെ സിനിമയാണ് നമ്മുടെ ഇഷ്ടവും ശ്വാസവും ഒക്കെ. അങ്ങനെ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാൻ കാലം അനുവദിക്കട്ടെ. എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. അതെ, തീർച്ചയായിട്ടും. സെയിം ടു യു. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്നിരിക്കാനും ചർച്ച ചെയ്യാനും. ഈ ചർച്ചയിൽ എത്രത്തോളം ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ സത്യസന്ധമായിട്ട് പറയാന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ഇപ്പം എന്തായാലും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. എന്തായാലും ആ അവസരം തന്ന ജെബിന് നന്ദിയൊന്നും പറയുന്നില്ല. സന്തോഷം. ഓക്കെ.